വണ്ടി നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതും ഫുൾ ഓൺ തന്നെ ഇറക്കാം. നമുക്കൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ തന്നെ ഇറക്കാം. ഡീസലിൽ ഏറ്റവും ടോപ്പ് 3.4 ചെറിയ പ്രൈസിൽ 19 രൂപയ്ക്കിടയിൽ വണ്ടി ഇറക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാം. 7 സീറ്റർ ആണ്, ഡീസൽ വണ്ടിയാണ്. ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 20 രൂപയ്ക്ക് ഇറക്കാം. ഡീസൽ വണ്ടിയാണ്, അതും 85,000 സിംഗിൾ ഓണർ വണ്ടിയില്ല. നമുക്ക് 5 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു ഡീസൽ 7 സീറ്റർ, അത് മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30,000 ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗംഭീരമായ കളക്ഷനാണ്. ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ചെറിയ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന നല്ല കിഡിൽ SUV ഉണ്ട്. അപ്പൊ ഡീസൽ SUV എന്ന് പറഞ്ഞാൽ നല്ല മൈലേജും അതേപോലെ തന്നെ ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി മാരുതിന്റെ വാഹനങ്ങൾ ഒത്തിരി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് നസീംഖാനെ കൂടുതൽ നമ്മള് ഇത്തവണ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ? അത്യാവശ്യം SUV കളക്ഷൻസ് ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി വാഹനങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ടിൻസ് ഡ്രൈവിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ടിൻസ് ഡ്രൈവിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വണ്ടൂര് ചെറുകോടി 28 ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് നമുക്ക് ഊട്ടി റോഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്നാൽ നമുക്ക് ഏത് സമയത്ത് വന്നാലും സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാം. ഇനി ട്രെയിനിന് വരികയാണെങ്കിൽ നമുക്ക് രാജാറാണിക്ക് കയറി കഴിഞ്ഞാൽ വാണിയമ്പലത്ത് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതാണ് ഫസ്റ്റ് നമുക്ക് കുറച്ച് സ്പീഡിലാണ് മഴന്റെ ഒരു വളർച്ചയിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ബ്രസ്സിൽ നിന്നാണ് ആയാലും SUV തുടങ്ങാം. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല വാഹനങ്ങൾ നമുക്കുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു ബ്രസ്സാ. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ആ ഡീസൽ VDI ആണ് അല്ലേ? ഏതായിരുന്നു മോഡൽ വരുന്നത്? 2018 മോഡൽ വണ്ടി. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നമ്മൾ ഫോട്ടോ പവറിന്റെ വരുന്നുണ്ട്. നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു സീറ്റ് കവേഴ്സിന്റെ ഒരു ബണ്ടിൽ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ടുണ്ട്. 2 സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. റിയറിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. റൂഫൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. 4 അത്യാവശ്യം ടയേഴ്സും വരുന്നുണ്ട്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 85,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. 85,000 ഓടിയിട്ടുള്ളൂ. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? നമ്മൾ ഷോറൂം റേറ്റ് വരുന്നത് 7,40,000 രൂപയാണ്. നമുക്ക് ഓഫർ പ്രൈസിൽ 7,10,000 കൊടുക്കാം. 10 ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന അതേ പ്രൈസ് നമുക്ക് വണ്ടി ഉണ്ടാവും. അതൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ. ഞാൻ അടുത്ത് ടയോട്ടന്റെ ഒരു എത്തിയോസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിക്ക് സ്പേസും അതേപോലെ അത്യാവശ്യം മൈലേജും ലോ മെയിൻസും ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. ഇത് കേരള വണ്ടിയാണോ അതോ അതർ സ്റ്റേറ്റ് ആണോ? ഇത് റീ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് ഫുട്ബോൾ കളിച്ചുള്ള സ്ഥലം ഉണ്ടെന്ന് അറിയാം അല്ലെ? അത്ര നല്ല സ്പേഷ്യസ് ആയത് വണ്ടിയാണ്. അത്യാവശ്യം 18-20 മൈലേജും കിട്ടും. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ആവറേജ് ടയർ കണ്ടീഷനോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 GD ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം കാലമായി കേരളത്തിൽ എത്തിയിട്ടില്ല. കേരള എവൈ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മുന്നെത്തിയിട്ടുണ്ട്. BN ഒക്കെയാണ് രജിസ്ട്രേഷൻ. അപ്പൊ അത്യാവശ്യം ഇന്നും ഇന്നലെ വന്ന വണ്ടിയല്ല, കുറെ കാലമായിട്ട് ഇവിടെ ഉള്ള വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3.4 കൊടുക്കാം. 3.4 ചെറിയ പ്രൈസിൽ 19 രൂപയ്ക്കിടയിൽ വണ്ടി ഇറക്കാം. ഈ വണ്ടി നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത നമുക്ക് ഒരു സിറ്റിയാണ്. സിറ്റി നമുക്ക് പലപ്പോഴും ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് അവരുടെ ഒരു ഹൈലൈറ്റ് കളറാണ് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 വണ്ടിയാണ്. ഫുള്ളിന്റെ നേരെ താഴെ വരുന്ന ഓപ്ഷൻ ആണ് വണ്ടി. അപ്പൊ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒറിജിനൽ കേരള. നമുക്ക് ഇവിടുത്തെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഫാൻസി നമ്പർ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ക്രൂസ് കൺട്രോൾ, ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാട്ടോ. സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലെ? അപ്പൊ അതാണ് ഹൈലൈറ്റ്. നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വലിയ വണ്ടിയാണ്. ഈ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ചെയ്ത മെയിൻ്റെനൻസ് വളരെ കുറവാണ് അല്ലെ? ഇത് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 15 മോഡല് V അല്ലേ? അതെ, V. 6 ലക്ഷമാണ് നമ്മൾ ഷോറൂം റേറ്റ് ചോദിക്കുന്നത്. ഇത് നമുക്കൊരു 5,60,000 രൂപ കൊടുക്കും. 5,65. ഒന്നുകൂടെ നമ്മള് 10-25 രൂപ കുറച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് 50 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത് വീണ്ടും നമ്മളൊരു ഡീസൽ സെഡാൻ തന്നെയാണ്. നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു ഹുണ്ടായുടെ വെർണയാണ്. അത് വൈറ്റ് ഫിനിഷിംഗിൽ നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 വെർണയാണ്. 1.6 വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതേപോലെ 1.6 എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ക്രെറ്റയിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഡീസൽ ആണ് അല്ലെ? ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 85,000 കിലോമീറ്റർ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഏറ്റവും ഫുൾ ലോഡ് ആണോ വണ്ടി വരുന്നത്? ഇത്
ഫുൾ ഓപ്ഷൻ വരുന്നത് അന്നത്തെ ഫുൾ ഓപ്ഷൻ എന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ഷോറൂം റേറ്റ് ചോദിക്കുന്നത് 5.4 ഓഫർ പ്രൈസ് നമുക്ക് 5 രൂപ കൊടുക്കാം. 5 രൂപ 25 രൂപ 4.95 കൊടുക്കാം. 4.95 നമുക്ക് കൊടുക്കാം. 30 രൂപ കുറച്ചിട്ട് ഏകദേശം ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. വണ്ടി ഇറക്കാം. ഇനി അതാണ് വീണ്ടും നമുക്കൊരു സെമി പ്രീമിയം സെഡാനാണ്. ടയോട്ടയുടെ കൊറോള ഓൾട്ടിസ്, അതും ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2015 റീ വണ്ടിയാണ്. ജെ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഫുൾ ലോഡ് വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നല്ല സ്പേഷ്യസ് ആണ്. മൈലേജ് ഉണ്ട്. പൊതുവെ മെയിൻ്റെനൻസ് വളരെ കുറവുള്ള വണ്ടിയാണ്. ഇത് പിന്നെ എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് നമ്മുടെ ഷോറൂം റേറ്റ് വരുന്നത് 6.5 ലക്ഷമാണ്. ഓഫർ പ്രൈസ് നമുക്ക് 6,30,000 രൂപ കൊടുക്കാം. 6,30,000 നമുക്ക് വണ്ടി കൊടുക്കും. ഏകദേശം ഒരു 17 രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത നമുക്ക് ഒരു നല്ല സേഫ്റ്റി ഫീച്ചേഴ്സും അതേപോലെ നല്ല കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നെക്സോൺ. അതിന്റെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന മോഡലാണ്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു? ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ 18-20 മൈലേജ് കിട്ടും. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നമ്മൾ പറയേണ്ട ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഫാമിലിക്ക് അത്രയും കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് 2021 മോഡൽ വണ്ടിയാണ്. നെക്സോൺ XM ഓപ്ഷനാണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 85,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഇത് 6,90,000 രൂപയാണ് വണ്ടി നമ്മൾ ചോദിക്കുന്നത്. 6,90,000 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്ക് ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 20 രൂപയ്ക്ക് ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. അതും 85,000 സിംഗിൾ ഓണർ വണ്ടി. ഇനി അടുത്ത സ്വിഫ്റ്റ് ആണ്. നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന ലാസ്റ്റ് ജെൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 വണ്ടിയാണ്. ഇത് പെട്രോൾ വണ്ടിയാണ്. പക്ഷെ അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിന് ഒരു ഗാർഡിങ് വന്നിട്ടുണ്ട്. സൈഡ് സ്കേർട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങള് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, 2 സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. റിയറും നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടി അല്ലേ? അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നൊരു വണ്ടിയാണ്. ഏതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 18 മോഡൽ 2018 മോഡൽ VXI 3ാമത്തെ ഓൺഷിപ്പ്. ഇത് നമുക്ക് 5,10,000 രൂപ കൊടുക്കാം. 5,10,000 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതും ഫുൾ ഓൺ തന്നെ ഇറക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്ത നമുക്കൊരു എലൈറ്റ് i20 ആണ്. അതും ഗ്രേ ഫിനിഷിംഗിൽ വണ്ടി. നമുക്ക് വടകര രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ വേരിയന്റ്. ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. നമുക്ക് 18-20 മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC. ഈ ഒരു സെഗ്മെന്റിൽ എത്ര ഫീച്ചേഴ്സ് ഉള്ള വേറൊരു വണ്ടി ഇല്ല. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 4,90 കൊടുക്കാം. 4,90 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്ക് നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ തന്നെ ഇറങ്ങാം. ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. സെക്കൻഡ് ജനറേഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016 മോഡൽ വണ്ടിയാണ്. 2016 മോഡൽ. 16-17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഡീസൽ അല്ല വണ്ടി? ഡീസൽ വണ്ടി, VDI വണ്ടി. 3ാമത്തെ ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്തു. ഇതും ഫുൾ ഓൺ ചെയ്യാം. ഡീസൽ വണ്ടിയാണ്. 16-17 മോഡലുള്ള വണ്ടിയാണ്. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് 7 സീറ്റർ ആണ്. അപ്പൊ ബഡ്ജറ്റ് പ്രൈസിന് സാധാരണക്കാരൻ കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു കിട്ടുന്ന 7 സീറ്റർ. അതിന് പുറമെ നമുക്കൊരു SUV 500 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് TUV 300 അല്ല അടിപൊളി നമ്പർ എല്ലാം വരുന്ന ഒരു വാഹനമാണ് അല്ലെ? ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഇത് ഓടിക്കാനുള്ള കംഫർട്ടബിൾ എന്ന് പറയുന്ന അപാരാണ്. അത്രയും നമുക്ക് പക്ക ഫാമിലി വെഹിക്കിൾ എന്ന് പറയാം. നല്ല ഹൈറ്റ് വന്നിട്ടുള്ളൂ വണ്ടി കേട്ടോ. വന്നിട്ടുള്ളൂ, നിലവിലൊന്നും ചെയ്തിട്ടില്ല. ആ വന്ന അതേ കണ്ടീഷനാണ്. 15-16 മൈലേജും കിട്ടില്ല. 7 സീറ്റർ ആണ്. ഡീസൽ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഓടിക്കണ കംഫർട്ട് പറഞ്ഞാല് ഫോർച്യൂണർ പോലും ഓടിച്ചാൽ കിട്ടൂല. അത്രയും കംഫർട്ട് ഉള്ള വണ്ടിയാണ്. T8 ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. T8 ആണ് ഇത് ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എത്ര നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 2015-16 വണ്ടിയാണ്. കിലോമീറ്റർ 1,10,000 ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5,10,000 രൂപ കൊണ്ടുവരും. ഫുൾ ഓൺ ചെയ്തുകൂടാ? ഫുൾ ഓൺ നമ്മൾ ചെയ്യാം. 7 സീറ്റർ ആണ്. ഡീസൽ വണ്ടിയാണ്. അടുത്തേക്ക് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒരു മാസ് വേണമെന്നുണ്ടെങ്കിൽ 7 സീറ്റർ ആണ്. SUV 500 ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡലാണ്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്.
W8 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അതെ, നല്ല അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം 95,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കല്ല വണ്ടി, എല്ലാം പക്കയാണ്. ഓക്കെ, നല്ല വണ്ടിയാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഇത് സെക്കൻഡ് ഓൺഷിപ്പ്. സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത്? 4,90,000 കൊടുക്കും വണ്ടി. എന്താ ഇത് പൊട്ടിച്ചു കൊടുക്കുന്നതല്ലേ? അപ്പൊ അതാണ് നമുക്ക് 5 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു ഡീസൽ 7 സീറ്റർ, അത് മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30,000 ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്ത് കൊടുക്കും. വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റൂല. ബഡ്ജറ്റ് പ്രൈസ് കിടുന്ന ഇന്നോവയാണ്. നല്ല നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി നമ്പറൊക്കെയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 റീ രജിസ്ട്രേഷൻ ഇന്നോവ വി ഓപ്ഷനലാണ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് ആണ്. ഇന്റർകൂളർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്കേർട്ടിംഗ് കാര്യങ്ങൾ, ടൈപ്പ് 4 കൺവെർട്ട് വരെ ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? നമുക്ക് 6,30 കൊടുക്കും വണ്ടി. 6,30. മാക്സിമം ട്രാക്കിന്റെ ഒരു 19 രൂപക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ ചെയ്യാം. 4x4 ഒരു 7 സീറ്റർ ആണ്. നമുക്ക് നേരത്തെ ഒരു SUV പരിചയപ്പെട്ടിരുന്നു. ഇത് കമ്പനി ലിമിറ്റഡ് ആയിട്ട് ഇറക്കുന്ന ഒരു ഐറ്റം ആണ് അല്ലെ? നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അതും 4x4 കമ്പനി ഇൻബിൽട്ട് ആയിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് അല്ലെ? എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 6,45. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിനും ഉണ്ടാവും അല്ലെ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 70 രൂപയിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. 4x4 ആണ്, 7 സീറ്റർ ആണ്, ഡീസൽ ആണ്, മാനുവൽ അല്ലേ? അത് നമ്മളൊരു ടയോട്ട ഇന്നോവ ക്രിസ്റ്റ ആണ്. അപ്പൊ ഇന്നോവ മാത്രമല്ല ക്രിസ്റ്റ നമുക്കുണ്ട്. അത് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് അല്ലെ? ടയറൊക്കെ നോക്കി 4 ഫുൾ കട്ട ടയേഴ്സ് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കേരള വണ്ടിയാണോ അത്? NOC വണ്ടിയാണ്. NOC വണ്ടിയാണ്. പക്ഷെ നമുക്കൊരു കേരള വണ്ടിന്റെ മെയിൻ ഉണ്ടല്ലോ വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിലവിൽ വന്ന അതേ കണ്ടീഷൻ ആണ് അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 GX ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലെ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, G+ ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് ഏറ്റവും ടോപ്പിന്റെ അലോയ്സ് വന്നിട്ടുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെ മോഡൽ? 2019 മോഡല് GX, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. എത്ര രൂപ? 1.5 ലക്ഷം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നമുക്കൊരു 15 രൂപ കൊടുക്കാം. 15 രൂപയ്ക്ക് NOC നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്കൊരു ബലേനാണ്, സൂപ്പർ ബലേനോ. ഇവിടെ ഫുള്ള് വൈറ്റ് കളർ അത്യാവശ്യം നല്ല വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്രൊജക്ടർ ലാംസ്, ഡേറ്റ ലാമ്പ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ ആണോ അത്? ഇത് വരുന്നത് ബലേനോ ആൽഫ. ഇതിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് പെട്രോൾ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വണ്ടി. 2016 മോഡല് ആൽഫ പെട്രോൾ. 82,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ കമ്പനി ഇൻബിൽട്ട് തന്നെ വരുന്ന സിസ്റ്റം ആണ് വരുന്നത്. റിയറിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ചാർജിങ് പോയിന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങൾ, റിയറിൽ വൈപ്പർ, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്ന വണ്ടിയില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? 4,95,000 രൂപ. 4,95. മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ഡെയിലി യൂസിന് ഡീസൽ ആണ്. കൂടുതൽ ഓട്ടോമാറ്റിക് കൂടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു MT ഗിയർ ബോക്സ്. എങ്ങനെയായിരുന്നു മോഡല്? 2019 ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഒരു 82,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പില് ഇത് നമുക്ക് 8,4 ചോദിക്കുന്നത്. നമുക്ക് 8 രൂപ വണ്ടി കൊടുക്കാം. 8 രൂപക്കാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്കൊരു 50,000 രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തൊരു റെനോ ക്യാപ്ചർ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. സൂപ്പർ, നല്ല ബോഡി ക്വാളിറ്റിയും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് അല്ലെ? ഇത് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലെ? പ്രൊജക്ടർ ലാംസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. സെക്കൻഡ് ഗിയർ കാര്യങ്ങളെല്ലാം ഉണ്ട്, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. 76,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടികൾ. എല്ലാം ഫ്ലൈറ്റ് കട്ട്, അലോവീലും കാര്യങ്ങളും ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് ഒരു കംപ്ലൈന്റ് വണ്ടിക്ക് പറയാല്ല. അത്രയും ഗ്യാരണ്ടി വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് 5,90,000 രൂപ കൊടുക്കാം. 5,90,000. നല്ല കസ്റ്റമർ ഫുൾ ഓൺ. ഇതൊക്കെ ഫുൾ ഓൺ കിട്ടും. അത്രയും പ്രൈസ് വന്നിരുന്ന വണ്ടിയാണ്. അടുത്ത നമുക്ക് ഒരു സെലറിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ? മാനുവൽ 2018 മോഡലാണ്. 2018 മാനുവൽ വണ്ടിയാണ്. VXC ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 80,000 കിലോമീറ്റർ, സെക്കൻഡ് ഓൺഷിപ്പ്, ഹൈ ക്വാളിറ്റി വണ്ടി. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റും. ഗ്യാരണ്ടി വണ്ടി. നമുക്ക് ആ ഡോർ അടക്കുമ്പോൾ അതിന്റെ ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന വണ്ടിയാണ് അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും? 3.25 ഫുൾ ഓൺ. 3.25 ഫുൾ ഓൺ കേട്ടോ. ഇനി അടുത്തോളം പഞ്ച്.
ഏറ്റവും നമ്മളെ ന്യൂ ഫേസിലൊക്കെ ടാറ്റ പഞ്ച്. അതെ, അത് നമുക്ക് അത്രയും കംഫർട്ടും ഒരു ടാറ്റ പഞ്ച്. ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആണ് അല്ലേ? സോ നല്ല മൈലേജ് കിട്ടും. ഏകദേശം 28-30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് വണ്ടി. ടയേഴ്സ് ഒക്കെ നോക്കി നല്ല ടയേഴ്സ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് ഹാഫ് ഹൈബ്രിഡ് അല്ല, ഫുൾ ഹൈബ്രിഡ് ആണ്. ഫുള്ളി ഹൈബ്രിഡ് ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ ചെയ്തതാണ്. പക്ഷെ നല്ല കോസ്റ്റ്ലി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വണ്ടി സിംഗിൾ ഓണർ ആണ്. ഒരു 78,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര രൂപയാണ് ഇത് നമുക്ക് കൊടുക്കാൻ 5,75,000 രൂപ ഫുൾ ഓൺ. ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് ആണ്. ഫുള്ളി ഹൈബ്രിഡ് ആണ്. 28-29 കിലോമീറ്റർ മൈലേജ് കിട്ടും. അടുത്താണ് നമുക്കൊരു ഹൈബ്രിഡിൽ തന്നെ സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന ഒരു ന്യൂ ഫേസ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് ഹൈബ്രിഡ് ആണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഫുള്ള് നല്ല സൂപ്പർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ തലക്കെട്ട് പുറത്ത് പോവുകയും ചെയ്യാം. അത്യാവശ്യം നല്ല കിടുക്കനായിട്ടുള്ള വണ്ടിയിലാണ്. എങ്ങനെയായിരുന്നു മോഡൽ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 2022 മോഡൽ ZXi പ്ലസ് ടോപ്പ് എൻഡ് വേരിയന്റ് ഹൈബ്രിഡ് വണ്ടി. ഇത് നമുക്ക് 76 കിലോമീറ്റർ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടി. ഇത് നമുക്ക് 9:45 കൊടുക്കാം. 9:45. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി? ഒരു 60,000-70,000 പിന്നെ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഡീസലിന്റെ ബ്രസ്സാണ്. ബ്രസ്സിന് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലോ. ബ്രസ്സിന്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ZD പ്ലസ് ഫുൾ ഓപ്ഷൻ 2017 വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ 88,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഈ വണ്ടി നമുക്ക് 7,40,000 ചോദിക്കുന്നത്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ മാനുവലും ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമുക്കൊരു റിഡ്സ് ആണ്. നല്ല കിട്ടുന്ന അലോയി ആഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കണ്ടീഷൻ വണ്ടി. കേരള വണ്ടിയാണോ? അത് ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 90,000 കിലോമീറ്റർ ആണ് വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 3.5 കൊടുക്കാം. 3 രൂപയ്ക്ക്. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ചെയ്യാം. അടുത്ത നമുക്കൊരു KUV 100. അതെ, XUV 300. SUV 300 വരുന്ന കുറെ സീരീസ് ഉണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഡിഷൻ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഓട്ടോമാറ്റിക് ആണ്. ഇത് മാനുവൽ വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ? 2019 W4 വണ്ടിയാണ്. 91,000 കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പ്. നമുക്ക് നല്ല കസ്റ്റമറിന് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഓണില് 6.25 റേറ്റ് വരുന്നത്. അതായത് നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങും അതേ പ്രൈസിൽ വാങ്ങും ചെയ്യാം. നമുക്ക് ഡീസലിൽ മൈലേജും കിട്ടും, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, കൂടെ തന്നെ ഫുൾ ഓൺ നമുക്ക് കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല. അടുത്ത വീണ്ടും നമുക്കൊരു 7 സീറ്റർ തന്നെയാണ്. മാരുതിന്റെ ഒരു 7 സീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 പെട്രോൾ ആണ്. സിംഗിൾ ഓണർ വണ്ടി. 75,000 കിലോമീറ്റർ. VXi O ആണ് വരുന്നത് വണ്ടി. ഈ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് 6.25 കൊടുക്കാം. 6.25 ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം? ഈ വണ്ടി നമുക്ക് 50 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളുണ്ടായിരുന്നത് ടിൻസ് ഡ്രൈവിലാണ്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് വണ്ടൂരിൽ നിന്നും പെരിന്തൽമണ്ണ റൂട്ടിൽ ചെറുകോട് 28 ഊട്ടി റോഡിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസും ഫുൾ ഓണിലൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. ഡീസൽ, മാനുവൽ, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമുക്ക് നല്ല ബഡ്ജറ്റ് പ്രൈസും നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നമുക്ക്, അത് മിക്ക വാഹനം 1 ലക്ഷത്തിന് താഴെ കിലോമീറ്റർ ഓടിയ വാഹനങ്ങളാണുള്ളത്. എല്ലാ ബ്രാൻഡുകളുടെയും വ്യത്യസ്ത കളക്ഷൻസ് വ്യത്യസ്ത പ്രൈസ് റേഞ്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിച്ചു തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് നസീം സൈനിങ് ഓഫ്.